സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഈ മോങ്സിൻ്റെ 5 ഡെയിലി ഹാബിറ്റ്സ് അവരവരുടെ ലൈഫിൽ സ്ഥിരമായിട്ട് ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള 5 ഹാബിറ്റ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. ഒന്നാമത്തെ കാര്യം മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അതായത് ഇവർ രാവിലെ എപ്പോഴും എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന കാര്യം അവർ എപ്പോഴും അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളോട് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. അതായത് അവരുടെ പാരൻസിന് അല്ലെങ്കിൽ അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത അവരെ ടീച്ചേഴ്സിന് അവരെ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത അവരെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഏതൊക്കെ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ അവരോടൊക്കെ അവർ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ താങ്ക് യു അല്ലെങ്കിൽ അവരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു ദിവസം തുടങ്ങുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെ പാരൻസ്, നിങ്ങളെ സിബ്ലിങ്സ്, നിങ്ങളെ ടീച്ചേഴ്സ്, നിങ്ങളെ ബോസ്, ഇങ്ങനെ പല ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. രാവിലെ എപ്പോഴും എഴുന്നേറ്റ് ഉടനെ തന്നെ താങ്ക് യു അല്ലെങ്കിൽ ആ ആൾക്കാരുടെ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ താങ്ക് യു സോ മച്ച്, എനിക്ക് വീണ്ടും എന്നെ ഈ ഒരു ദിവസം നമുക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച്, അങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ട് എപ്പോഴും താങ്ക് യു ചെയ്തും കൊണ്ട് എഴുന്നേക്കണം എന്നാണ് ഇവരെ ലൈഫിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് മോർണിംഗ് മെഡിറ്റേഷനാണ്. ഞാൻ മെഡിറ്റേഷനെ പറ്റിയിട്ടൊരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് മെഡിറ്റേഷൻ ഉണ്ടെങ്കിലും ചെയ്തിട്ടുണ്ട്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിനെ കാമാക്കാനും നമ്മളെ മൈൻഡിൽ റിലാക്സ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ കംപ്ലീറ്റ് നമ്മളെ മൈൻഡിൽ നിന്ന് എല്ലാ സാധനം എടുത്ത് ഒഴിവാക്കാന്നല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇതിലേക്ക് കുറേ സാധനങ്ങൾ വരുന്നതിന് പകരം വരുന്ന ഓരോ സാധനങ്ങളും എന്താണ് അതിനെ കറക്റ്റ് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, അതിനെ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാം. അല്ലാണ്ട് കംപ്ലീറ്റ് മൈൻഡിൽ ഒന്നും ഇല്ലാണ്ട് ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് ഒരാൾ മരിച്ച പോലെ ഇരിക്കണം എന്നുള്ളതല്ല മെഡിറ്റേഷൻ. ആ കോൺസെപ്റ്റ് നിങ്ങൾ മരുന്നെടുത്ത് ഒഴിവാക്കിക്കോളാം. സോ ഇതാണ് ഇവർ രണ്ടാമതായിട്ട് ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്. മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ജേർണലിങ്. ഇതും നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി സംസാരിച്ചതാണ് ജേർണലിങ്. അതായത് എല്ലാ ദിവസവും അവർ ആ ലൈഫിൽ ആ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ എഴുതി വെക്കും. അതായത് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള അന്ന് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ അവരെങ്ങനെ റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ അവർക്ക് ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ദിവസം അവർ ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ദിവസം അവർക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഇതൊക്കെ അവർ റൈറ്റ് ഡൗൺ ചെയ്യും. ഇത് ചെയ്യുന്നത് എന്തിനാണ്? ജേർണലിങ് ചെയ്യുന്നത് എന്തിനാണ്? അതായത് നമുക്ക് അന്ന് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ തന്നെ ഒരു ഹാപ്പിനെസ് വരും. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു. ഈ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഫീൽ ചെയ്യും. ഇങ്ങനെ കറക്റ്റ് നമ്മളത് ഓരോ ദിവസം നടന്ന കാര്യം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്കെടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ആളാണ്, നമ്മളെ കൊണ്ട് സൊസൈറ്റിക്ക് ഇങ്ങനെയൊക്കെ പല ഉപകാരങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ നമുക്കൊരു നല്ല കാമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാലാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്. അതായത് പല മൊണാസ്ട്രീസിലും അവർക്ക്, മൊണാസ്ട്രി എന്ന് പറയുന്നത് ഈ ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിച്ച ആൾക്കാർക്ക് അവർ ആ ഒരു ടെമ്പിൾ ഉണ്ട്, അതിനാണ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഈ പല മൊണാസ്ട്രീസിലും അവർക്ക് 2 നേരമാണ് ഭക്ഷണമുള്ളത്. ആകെ ആ ഒരു ദിവസത്തിൽ 2 നേരം ഭക്ഷണമുള്ളത്. മറ്റ് ചില മൊണാസ്ട്രീസിൽ 1 നേരമേ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം പോയി 2 നേരം അവർക്ക് ഭക്ഷണം വരുന്നത്. അതായത് ഈ മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയും കൊണ്ട് ആ ഭക്ഷണത്തിനെ റെസ്പെക്റ്റ് ചെയ്തും കൊണ്ട് അതിൻ്റെ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഉള്ളിൽ കൊടുത്തും കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് എപ്പോഴും പറയുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ജസ്റ്റ് നിങ്ങൾ ചുറ്റും നോക്കി വെക്കും. അതായത് ഇപ്പോൾ പല ആൾക്കാരും ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റുവേഷനിലേക്കാണ് പോണത്. അതായത് മൊണാസ്ട്രീസിലല്ല അല്ലെങ്കിൽ മോങ്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവർക്ക് മാക്സിമം 1-2 നേരത്തെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അവർ കഴിക്കുന്നത് ആ ഭക്ഷണം അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി കീപ്പ് ചെയ്യാനും അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരുടെ ബോഡീനെ സ്ട്രോങ് ആക്കാനും വേണ്ടിയുള്ള ഒരു സാധനം മാത്രമായിട്ടാണ് അവർ ഭക്ഷണത്തിനെ കാണുന്നത്. അങ്ങനെ എന്താണോ അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കി ആ സമയത്ത് ക്വയറ്റ് ആൻഡ് കാമായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുക. മൊണാസ്ട്രീസിൽ ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കാമായിരിക്കും. പല കോളേജസിലുള്ള ലൈബ്രറി പോലെയാണ് ഇവരെ മൊണാസ്ട്രിയിൽ ഹാൾ എന്ന് പറയുന്നത്, ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ബൈറ്റും ഓരോ എടുക്കുന്ന പിടിയും ഇവർ കറക്റ്റ് അത് മനസ്സിലാക്കി റിയലൈസ് ചെയ്തിട്ടാണ് എന്താക്കുക അവർ ഭക്ഷണം കഴിക്കുക. അതിൽ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻക്ലൂഡിങ് മീ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫോൺ നിർബന്ധം, അല്ലെങ്കിൽ ടി വി നിർബന്ധം, അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാരോട് സംസാരിക്കണം. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് മാറാണ്. പക്ഷെ മോങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹാബിറ്റാണ് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. 5ാമത്തെ കാര്യം പ്ലാനിങ് ദ ഡേ.
അതായത് അവർ കിടക്കുന്നതിന് മുമ്പായിട്ട് നാളെ അവർക്ക് ചെയ്ത് തീർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ അവർ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കും. നാളെ എഴുന്നേറ്റിട്ട് രാവിലെ ഇന്ന കാര്യം ചെയ്യണം, ഉച്ചയ്ക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇത്രത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർക്കാനുണ്ട്. ഇത് കറക്റ്റ് ഒരു പ്ലാൻ ചെയ്ത് വെക്കും. ഇത് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും അവരുടെ ലൈഫ് അവർക്ക് പോവുക. അവർക്ക് കറക്റ്റ് മനസ്സിലാവും ഞാൻ ഓരോ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവരുടെ മൈൻഡിൽ എന്തുണ്ടാവില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ കൺഫ്യൂഷൻസ് വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് മാത്രമല്ല ഇവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ടാസ്കുകൾ എഴുതുന്ന സമയത്ത് ആ ദിവസം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഹാർഡായിട്ട് ചെയ്യാനുള്ള പണികളാണ് ഇവരെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത് തീർക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഒരു കാംനെസ് വരും. ഓക്കെ, ആ വലിയൊരു പണി തീർന്നല്ലോ, ഇനി ബാക്കി ചെറുതല്ലേ, അങ്ങനെ നമുക്കൊരു കാംനെസ് വരും. മറ്റേ നമ്മൾ ചെറുതൊക്കെ ആദ്യം തീർക്കാൻ നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടാവും, ആ വലിയൊരു പണി ചെയ്ത് തീർക്കാണ്ടല്ലോ. അങ്ങനെ നമുക്കൊരു പേടി, ആ ഒരു സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെയാണ് ഇവർ ആ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു 5 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ലൈഫും നമുക്ക് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.